ഒട്ടുമിക്ക പ്രമേഹ രോഗികളുടെ കയ്യിലുമുള്ള ഒരു ഡിവൈസാണ് ഗ്ലൂക്കോമീറ്റർ. എന്നാൽ പലർക്കും ശരിയായ രീതിയിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. മറ്റൊരു കൂട്ടം ആളുകൾക്ക് സംശയമാണ്, ഗ്ലൂക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുന്ന റീഡിംഗ്സ് കറക്റ്റ് ആണോ അല്ലയോ, എന്തുകൊണ്ട് ലാബുകളിൽ ചെയ്യുന്ന ടെസ്റ്റും ഗ്ലൂക്കോമീറ്ററിൽ ചെയ്യുന്ന ടെസ്റ്റും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നിങ്ങനെ പോകുന്നു സംശയങ്ങൾ. നിങ്ങളും ഇത്തരം സംശയങ്ങളുടെ പിടിയിലാണോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഗ്ലൂക്കോമീറ്റർ, ഇതാണ് ലാൻസിംഗ് ഡിവൈസ്, ഇതാണ് ലാൻസെറ്റ്, ഇതാണ് സ്ട്രിപ്പ്. ആദ്യം തന്നെ ലാൻസിംഗ് ഡിവൈസിന്റെ മുകൾ വശം ഊരി മാറ്റിയതിനു ശേഷം അതിലേക്ക് ലാൻസെറ്റ് എടുത്തിടുക. ലാൻസെറ്റിന്റെ മുകൾ വശം നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ട ഭാഗമാണ്. അതിനുശേഷമായി ലാൻസിംഗ് ഡിവൈസ് ക്ലോസ് ചെയ്യുക. ഇനി സ്ട്രിപ്പ് എടുത്ത് ഗ്ലൂക്കോമീറ്ററിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം കൈ നല്ല രീതിക്ക് മസാജ് ചെയ്യുക. നമ്മൾ ഏത് വിരലിലേക്കാണോ പ്രിക്ക് ചെയ്യാൻ പോകുന്നത് ആ കൈയാണ് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്യേണ്ടത്. ലാൻസിംഗ് ഡിവൈസ് എടുത്ത് നീഡിൽ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ വിരലിലേക്ക് പ്രിക്ക് ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ ഫിംഗർ സ്ക്വീസ് ചെയ്ത് സാമ്പിൾ എടുക്കാൻ പാടില്ല, കാരണം അത് റോങ് റീഡിംഗ് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ബ്ലഡ് ഡ്രോപ്പ് ഗ്ലൂക്കോമീറ്ററിലെ ബ്ലഡ് സ്ട്രിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വാല്യൂ ലഭിക്കുന്നതാണ്. ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഷുഗർ പരിശോധിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പല കമ്പനികളുടെ ഡിവൈസസ് ഇന്ന് അവൈലബിൾ ആണ്. അവയിൽ നിന്നും വാങ്ങുന്ന ഡിവൈസിന്റെ വാലിഡിറ്റി ആൻഡ് അക്യൂറസി ആണ് ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടത്. ഗ്ലൂക്കോമീറ്ററിന്റെ മാത്രം കോസ്റ്റ് നോക്കാതെ സ്ട്രിപ്സിന്റെയും ലാൻസെറ്റിന്റെയും കൂടി വില കണക്കാക്കാനായി ശ്രമിക്കുക. എളുപ്പത്തിൽ സിമ്പിൾ സ്റ്റെപ്സ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണോ എന്നും നോക്കാം. ഓട്ടോമാറ്റിക് കോഡിംഗ് ഉള്ള ഡിവൈസസും അവൈലബിൾ ആണ്. അതായത് സ്ട്രിപ്സിന് മുകളിലുള്ള കോഡ് മാനുവലി ഗ്ലൂക്കോമീറ്ററിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഡിവൈസസ്. മിനിമം സാമ്പിൾ സൈസും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭ്യമാകുന്ന ഡിവൈസസും കൺസിഡർ ചെയ്യാം. ഗ്ലൂക്കോമീറ്ററിന്റെ സ്ക്രീൻ വലുതും ക്ലിയർലി വിസിബിൾ ആണോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. സ്പെഷ്യൽ ഫീച്ചേഴ്സും നോക്കിയിട്ട് ഡിവൈസസ് വാങ്ങാവുന്നതാണ്. അതായത് ബാക്ക്ലിറ്റ് സ്ക്രീനും ഓഡിയോ ഫെസിലിറ്റിയുമുള്ള ഡിവൈസസ് ആണെങ്കിൽ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് ഉപകാരപ്രദമായിരിക്കും. അടുത്തതായി സ്റ്റോറേജ് ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഡിവൈസസും ബ്ലൂടൂത്ത് വഴി ഫോണിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുവഴി ഡിജിറ്റൽ ട്രാക്കിംഗ് പോസിബിൾ ആവും. നമുക്ക് ഡയബറ്റീസിന്റെ മാനേജ്മെന്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായി നോക്കേണ്ടത് ടെക്നിക്കൽ സപ്പോർട്ട് ലഭ്യമാകുന്ന ഡിവൈസസ് ആണോ എന്നുള്ളതാണ്. നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് ലഭ്യമാകുന്ന ഡിവൈസസും ചൂസ് ചെയ്യാം. വാങ്ങുന്ന ഗ്ലൂക്കോമീറ്ററിന്റെ വാറന്റിയും കസ്റ്റമർ സപ്പോർട്ടും നിർബന്ധമായും പരിശോധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിന് മുൻപേ നാം ശ്രദ്ധിക്കേണ്ടത്.